ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ള സബ് 4 മീറ്റർ SUVs ഏതൊക്കെയാണ് എന്നുള്ളതാണ്. എല്ലാ 14 വാഹനങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 3.8 to 4 മീറ്റേഴ്സിന് ഇടയിൽ വരെ ലെങ്ത്തുള്ള വാഹനങ്ങളാണ് കൂട്ടിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഈ ലിസ്റ്റിൽ 14th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ജിംനിയാണ്. പറഞ്ഞു വരുമ്പോൾ ഇതും ഒരു സബ് 4 മീറ്റർ SUV ആണല്ലോ, അതും കറക്റ്റ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ അല്ലെങ്കിൽ ഈ ഒരു ലെങ്ത്തിൻ്റെ റേഞ്ചിൽ തന്നെ നിൽക്കുന്ന വണ്ടിയാണ്. 441 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം ലഭിച്ചിരിക്കുന്നത്, അതായത് ഏപ്രിൽ 2025. ഇനി നമ്മൾ മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2025 മാർച്ചിൽ 261 വാഹനങ്ങൾ സെയിലായിരുന്നു ഇതിന് കിട്ടിയിരുന്നത്. 170 വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട്. 65.13% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ മന്ത് ഓൺ മന്ത് ബേസിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയും ഇത് തന്നെയാണ്. ആക്ച്വലി ഭൂരിഭാഗം വാഹനങ്ങൾക്കും ഡീ ഗ്രോത്ത് ആണുള്ളത്. അതിൽ 6 വാഹനങ്ങൾക്ക് ഗ്രോത്ത് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഇതിനാണ് എന്ന് മാത്രം. ഇനി നമ്മുടെ ലിസ്റ്റിൽ അടുത്തായി 13th പൊസിഷനിൽ നിൽക്കുന്ന റെനോ കൈഗർ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 606 വാഹനങ്ങൾ സെയിൽ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. 2025 മാർച്ചിൽ 762 വാഹനങ്ങൾ സെയിൽ കിട്ടിയതായിരുന്നു. 156 വാഹനങ്ങളുടെ വ്യത്യാസം 20.47% ഡീ ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇതും അത്യാവശ്യം ഡീ ഗ്രോത്ത് റേറ്റ് കൂടുതലാണ്. പക്ഷേ നമ്മുടെ ഈ ലിസ്റ്റിൽ ഇതിലും കൂടുതൽ ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ആക്ച്വലി എല്ലാം ഈ ഒരു 20 to 30% അകത്താണ് ഡീ ഗ്രോത്ത് റേറ്റ് എല്ലാം കിടക്കുന്നത്. പിന്നെ കൈഗർ നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അവർ മാഗ്നറ്റിൽ അപ്ഡേറ്റ് വന്നെങ്കിലും കൈഗറിൽ കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റ് വന്നാൽ ഇതിനകത്ത് എന്തെങ്കിലും സെയിലൊക്കെ ബൂസ്റ്റ് ആവുന്നതായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് 12th പൊസിഷനിൽ നിൽക്കുന്ന മാഗ്നേറ്റ് തന്നെയാണ്. ഫേസ് ലിഫ്റ്റിന് ശേഷം ഇതിൻ്റെ സെയിൽ വലിയ കുഴപ്പമില്ലാതെ അവർ പിടിച്ച് പോകുന്നുണ്ട്. കൈഗറിൻ്റെ അത്രയും താഴത്തോട്ട് പോയിട്ടില്ല. കഴിഞ്ഞ മാസം 1749 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. പക്ഷേ മാർച്ച് 2025, അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം 2484 വാഹനങ്ങളുടെ സെയിൽസ് ഇതിന് തന്നെ കിട്ടിയതായിരുന്നു. 735 വാഹനങ്ങളുടെ വ്യത്യാസവും 29.59% ഡീ ഗ്രോത്ത് റേറ്റും ഉണ്ട്. അതായത് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ഇതാണ്. ഇനിയിപ്പോൾ അടുത്ത വർഷം പുതിയ ഡസ്റ്ററും അതുപോലെ ടെറാനോ അല്ല, അതായത് ഈ 2 സെഗ്മെൻറ്റിലുള്ള വണ്ടികളൊക്കെ കൊണ്ടുവരുമ്പോഴായിരിക്കും വീണ്ടും മാർക്കറ്റ് സെയിൽസ് ഒക്കെ തിരിച്ചു പിടിക്കാൻ പറ്റുന്നത്. എനിവേ അടുത്ത വാഹനം 11th പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ടൈസറാണ്. ഇതിന് കഴിഞ്ഞ മാസം 2421 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. 2025 മാർച്ചിൽ ഈ വാഹനത്തിന് 3468 വാഹനങ്ങൾ സെയിൽ കിട്ടിയതായിരുന്നു. 1047 വാഹനങ്ങളുടെ വ്യത്യാസം 30.19% ഡീ ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ഇതാണ്. എന്താണ് പെട്ടെന്ന് സംഭവിച്ചതെന്നറിയില്ല, പക്ഷെ എന്തായാലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതിൻ്റെ സെയിൽ അങ്ങോട്ട് കുറഞ്ഞു. അതിപ്പം സുസുക്കിയുടെ ഇവർ വാങ്ങി റീബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ സെയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഉറപ്പായിട്ടും സുസുക്കി ഈ വണ്ടിയുടെ പ്രൊഡക്ഷൻ കുറച്ച് തന്നെയായിരിക്കും. വേറെ പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. ഇനി അടുത്ത നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയ സെറോസ് ആണ്. ഈ വാഹനത്തിൻ്റെ സെയിൽ ഡേ ബൈ ഡേ പതുക്കെ താഴത്തേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാസം കറക്റ്റ് 4000 വണ്ടികളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. 2025 മാർച്ചിൽ 5015 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. ഇനി അതിന് മുന്നേ നമ്മൾ ഫെബ്രുവരിയിലത്തേക്ക് കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 5500 ആ റേഞ്ചിലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. സോ ഇതിങ്ങനെ പതുക്കെ ഡ്രോപ്പ് ചെയ്ത് വരികയാണ്. എന്തായാലും കമ്പയർ ചെയ്യുന്ന സമയത്ത് 1015 വാഹനങ്ങളുടെ വ്യത്യാസം നമുക്ക് മന്ത് ഓൺ മന്തിൽ കാണാം. 20.24% ഡീ ഗ്രോത്ത് റേറ്റും കാണാം. അതും അത്യാവശ്യം ഹൈ ആണ്. എന്തായാലും ഇവർ സോണറ്റിൻ്റെ മുകളിൽ ഒരിത്തിരി പ്രീമിയം പൊസിഷനിങ്ങിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സൊക്കെ കൊടുത്തിറക്കിയ വണ്ടിയാണ്. വണ്ടി നല്ലതാണ്, പക്ഷേ ചിലപ്പം പ്രൈസ് ഇത്തിരി കൂടിപ്പോയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഭയങ്കര വലിയൊരു വോളിയം സെല്ലർ അതിനാവാൻ പറ്റാത്ത സോണറ്റൊക്കെ പോലെ. പക്ഷേ ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റൊരു വോളിയം സെല്ലർ ആവാൻ പറ്റിയിരിക്കുന്ന വാഹനം നമ്മുടെ സ്കോഡ കൈലേക്കാണ്. ഇതിൻ്റെ സെയിൽസ് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ മാസം 5364 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. മാർച്ച് മാസത്തിൽ 5327 വാഹനങ്ങളുടെ സെയിലായിരുന്നു. അതായത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണെന്ന് പറയാം. അതിന് മുന്നേ ഫെബ്രുവരി മാസത്തിൽ 4000 ആ റേഞ്ചൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മുന്നേ 1500 അടുത്താണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ടിങ് മോശമായിരുന്നെങ്കിലും പിന്നെ അങ്ങോട്ട് നന്നായിട്ട് പിടിച്ച് കയറുന്നുണ്ട്. ഇതിനിപ്പം പറഞ്ഞു വരുമ്പോൾ 0.69% ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉള്ളൂ. പക്ഷേ അത് വലിയ കുഴപ്പമില്ല. കാരണം ഇത്രയും കൺസിസ്റ്റൻറ്റ് സെയിൽ ആയതുകൊണ്ട് തീർച്ചയായും വളരെ നല്ല കാര്യം തന്നെയാണ് സ്കോഡ ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കേസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഫോക്സ് വാഗൺ ഡെറിവേറ്റീവും കൂടെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ ഗ്രൂപ്പിന്, അതായത് VW സ്കോഡ ഗ്രൂപ്പിൻ്റെ മൊത്തത്തിലുള്ള സെയിൽസ് കൂട്ടാൻ പറ്റും. ഇനി നമ്മുടെ അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി ഹ്യുണ്ടായി എക്സ്റ്റർ ആണ്. ഇതിന് കഴിഞ്ഞ മാസം ജസ്റ്റ് 5416 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുള്ളൂ. 2025 മാർച്ചിൽ 5901 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 485 വാഹനങ്ങളുടെ വ്യത്യാസവും 8.22% ഡീ ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ വണ്ടി പിന്നെ ഇറങ്ങിയപ്പോൾ തൊട്ട് ഏകദേശം ഈ റേഞ്ചിലാണ് 5000 6000 അങ്ങനെയൊക്കെ. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ 7000 ആ റേഞ്ചൊക്കെ കിട്ടിയായിരുന്നു. പക്ഷേ അതിന് മുകളിൽ അങ്ങനെ പോകാറില്ല. ഇതിപ്പോൾ പഞ്ചിൻ്റെ കോമ്പറ്റീഷനിൽ ഇറക്കിയതാണെങ്കിലും അത്രയൊന്നും സെയിൽ ഈ വാഹനത്തിന് അങ്ങനെ കിട്ടിയിട്ടില്ല.
ഇനി അടുത്ത വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ XV3X ആണ്. അതാണ് 7th പൊസിഷനിൽ നിൽക്കുന്നത്. 7568 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസത്തിന് കിട്ടിയത്. 2025 മാർച്ചിൽ 7055 വാഹനങ്ങൾ സെയിലായിരുന്നു. 513 വാഹനങ്ങളുടെ വ്യത്യാസം 7.27% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. സാഡ്ലി നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി ഇതാണ്. മറ്റത് ആദ്യം ഉണ്ടായിരുന്നത് 65.13 ആയിരുന്നു. അതിൽ നേരെ 7.27ലേക്കാണ് വന്നിരിക്കുന്നത്. വ്യത്യാസം നോക്കുമ്പോൾ കുറവാണ്, പക്ഷെ എന്നാലും സെയിൽസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. 7500 എന്ന് പറയുമ്പോൾ പണ്ടും ഇതിന് ഏകദേശം ഈ റേഞ്ചിലൊക്കെ തന്നെയാണ് സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇനീഷ്യൽ സ്റ്റേജിൽ 9000, 10000 അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 7000 to 9000 ഇടയിലായിരുന്നു മാത്രം, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇനി നമ്മുടെ അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്നത് ഹ്യുണ്ടായി വെന്യൂ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 7953 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. മാർച്ചിൽ 10441 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 2488 വാഹനങ്ങളുടെ വ്യത്യാസം 23.83% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പുതിയ ജനറേഷൻ മോഡൽ അധികം വൈകാതെ തന്നെ വരുന്നതായിരിക്കും. അതിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനും പുതിയ ഫേസ് ലിഫ്റ്റ് അല്ല, പുതിയ ജനറേഷൻ്റെ മൊത്തമായിട്ട് അവർ ഏകദേശം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ടെസ്റ്റിങ്ങിൻ്റെ ഇടയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും നിങ്ങളിപ്പോൾ വെന്യൂ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കാലം വെയിറ്റ് ചെയ്തിട്ട് പുതിയ വണ്ടി വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു വാല്യൂ കിട്ടും വണ്ടി വാങ്ങുന്നതിൽ. ഇനി അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന കിയ സോണറ്റ് ആണ്. ഇതിൻ്റെ കഴിഞ്ഞ വർഷം ഫേസ് ലിഫ്റ്റ് വന്നുകൊണ്ട് കുഴപ്പമില്ല. 8068 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം ഇതിന് ലഭിച്ചത്. മാർച്ച് 2025 7705 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 363 വാഹനങ്ങളുടെ വ്യത്യാസവും 4.71% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റ പഞ്ച് ആണ്. ഇതിനും കഴിഞ്ഞ മാസം 12496 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. 2025 മാർച്ചിൽ 17714 വാഹനങ്ങൾ സെയിൽ കിട്ടിയതായിരുന്നു. അത്യാവശ്യം വലിയൊരു ഡ്രോപ്പ് തന്നെയാണ്. 5218 വാഹനങ്ങളുടെ വ്യത്യാസവും 29.46% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി ഇതാണ്. പക്ഷേ ടെക്നിക്കലി നോക്കുമ്പോൾ 30.19, 29.59, 29.46 അങ്ങനെയൊക്കെയാണ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ളത്. സോ ഏകദേശം മൂന്നെണ്ണത്തിനും ഒരുപോലെയാണ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നിന് വളരെ കൂടുതൽ കുറവ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും പഞ്ചിൻ്റെ കഴിഞ്ഞ മാസത്തെ സെയിൽ കുറച്ച് കുറവ് തന്നെയാണ്. ഇനി അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന ഫ്രോങ്സ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 14345 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 2025 മാർച്ചിൽ 13669 വാഹനങ്ങളുടെ സെയിലായിരുന്നു. 676 വാഹനങ്ങളുടെ വ്യത്യാസവും 4.95% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെയിൽ കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് തന്നെയാണ്. ഇനി നമ്മുടെ 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റ നെക്സോൺ ആണ്. പൊതുവെ മിക്ക മാസങ്ങളിലും പഞ്ചിനാണ് നെക്സോണിന് സെയിൽ കൂടുതൽ കിട്ടാറുള്ളത്. കഴിഞ്ഞ മാസം എന്തായാലും നെക്സോണിനാണ് പഞ്ചിനേക്കാൾ കൂടുതൽ സെയിൽ കിട്ടിയിരിക്കുന്നത്. ഇതിന് 15457 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം ലഭിച്ചത്. മാർച്ചിൽ ഇതിലും കൂടുതലായിരുന്നു. 16366 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതാണ്. 909 വാഹനങ്ങളുടെ വ്യത്യാസം 5.55% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. സോ നെക്സോണിൻ്റെ ഡിമാൻഡ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഞ്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കൂടെ കൂടിയിട്ടുണ്ട് എന്ന് പറയാം. ഇനി നമ്മുടെ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ബ്രസ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 16971 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. മാർച്ച് 2025 16546 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 425 വാഹനങ്ങളുടെ വ്യത്യാസവും 2.57% ഗ്രോത്ത് റേറ്റുമാണ്. അതായത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ് എന്ന് തന്നെ പറയാം. ഈ വണ്ടിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം നല്ല ഓൾറൗണ്ടർ ആയതുകൊണ്ടായിരിക്കാം ഇപ്പോഴും മാർക്കറ്റിൽ ഇത്രയും നല്ല സെയിൽസ് ഫിഗേഴ്സൊക്കെ ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. ഇതിന് ലാസ്റ്റ് 2022 വന്ന ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പുതിയ ജനറേഷൻ മോഡലേ ഉള്ളൂ. എന്തായാലും ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ള സപ്പോമീറ്റർ വാഹനങ്ങളുടെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ചെറിയ എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യുക, നമ്മളെ സപ്പോർട്ടും കൂടെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.